ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുറൂസുൽ ഇസ്ലാം രണ്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേം ഹാഫ് ഇയർലി എക്സാമിൻ്റെ ഫസ്റ്റ് ടേം ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള ഹാഫ് ഇയർലി എക്സാമിൻ്റെ ഒരു മോഡൽ ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1 മുതൽ 10 വരെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തി കൊടുക്കാനാണ്. അപ്പോൾ ചോദ്യം വായിച്ച് നമുക്ക് ശരി അടയാളപ്പെടുത്താം. 1, സ്വർഗത്തിൻ്റെ താക്കോലാണ്. സ്വർഗത്തിൻ്റെ താക്കോൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിഫ്താഹുൽ ജന്നത്തി സ്വലാത്ത്. സ്വർഗത്തിൻ്റെ താക്കോല് നിസ്കാരമാണ്. അപ്പം നമുക്ക് നിസ്കാരം എന്നത് ശരി അടയാളപ്പെടുത്തി കൊടുക്കാം. അടുത്തതാ, ആദം അലൈഹിസ്സലാമിനെ അല്ലാഹുത്താല സൃഷ്ടിച്ചു. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹുത്താല എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? മണ്ണ് കൊണ്ടാണ്. മണ്ണ് കൊണ്ട്. അത് ശരി അടയാളപ്പെടുത്താം. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ആരാണ്? ഇബ്ലീസിനെയാണ്. ഇബ്ലീസിനെയാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. അടുത്ത 3ാമത്തെ ചോദ്യം, നിസ്കാരം ശരിയാവാനുള്ള ഷർത്ത്. നമ്മളൊരു ബൈത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? നിസ്കാരം ശരിയാവാൻ ഷർത്തുണ്ടല്ലോ, ഷർത്തുകൾ 5 പഠിക്കാമല്ലോ. അപ്പോൾ നിസ്കാരം ശരിയാവാനുള്ള ഷർത്തുകൾ 5 നമുക്ക് ശരി അടയാളപ്പെടുത്താം. അടുത്തത്, വലത് കാൽ പൊന്തിക്കണം. എവിടേക്കൊക്കെ കിടക്കുമ്പോഴാണ് നമ്മൾ വലത് കാൽ പൊന്തിക്കേണ്ടത്? എവിടേക്കാണ്? യാത്രക്കിറങ്ങുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, ടോയ്ലറ്റിൽ കയറുമ്പോൾ. അപ്പോൾ യാത്രക്കിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലാണ്. യാത്രക്കിറങ്ങുമ്പോൾ ഇടത് കാലാണ് മുന്തിക്കേണ്ടത്. വീട്ടിൽ കയറുമ്പോൾ വലത് കാൽ മുന്തിക്കണം. വിദ്യാലയങ്ങളിലേക്ക് കയറുമ്പോൾ വലത് കാൽ മുന്തിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാലാണ്, പുറത്തിറങ്ങുമ്പോൾ വലത് കാല്. മനസ്സിലാക്കുക. അപ്പോൾ അവിടെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് വലത് കാൽ മുന്തിക്കേണ്ടത്. മനസ്സിലാക്കുക. അതുപോലെ മറ്റ് ഓപ്ഷനുകൾ വന്നാൽ നമുക്ക് മനസ്സിലാക്കി ടിക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് കയറുമ്പോഴാണ്. വീട്ടിലേക്ക് കയറുമ്പോഴാണ്. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാല്. മനസ്സിലാക്കുക. അടുത്തത്, ഈമാനിൻ്റെ പകുതിയാണെന്ത്? എന്താണ് ഈമാനിൻ്റെ പകുതി? ഭക്ഷണം, സുഗന്ധം, ശുചിത്വം. അപ്പോൾ ശുചിത്വം ഈമാനിൻ്റെ പാതിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശുചിത്വം ഈമാനിൻ്റെ പാതിയാണ്. നിസ്ഫുൽ ഈമാൻ. ശുചിത്വം ഈമാനിൻ്റെ പാതിയാണ്. അല്ലാഹു യുഹിബ്ബുൽ മുതഹ്ഹിരീൻ. അല്ലാഹു തആല വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ചോദ്യം വരാറുണ്ട്. വൃത്തിയുള്ളവരെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. ശുചിത്വം ഈമാനിൻ്റെ പാതിയാണ്. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. അപ്പോൾ അത് വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ ആയിട്ട് വരാം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? വുളൂ ചെയ്യുമ്പോൾ കഴുകുന്ന അവയവം. കഴുകുന്ന അവയവം ഏതാണെന്നാണ്. ഇവിടെ മുഖം, ചെവി, തല. എന്താണ് കഴുകുന്ന അവയവം? മുഖമാണ്. മുഖം. അപ്പോൾ നമുക്ക് ശരി അടയാളപ്പെടുത്താം. ചെവി തടവലാണ്, തലയും തടവലാണ്. അപ്പോൾ ഇത് ഇതുപോലെ ചോദ്യം മാറ്റിത്തരാം. വുളൂ ചെയ്യുമ്പോൾ തടവുന്ന അവയവം മുഖം, കൈ, തല. അല്ലെങ്കിൽ മുഖം, കൈ, ചെവി. അപ്പോൾ അതിൽ തടവുന്ന അവയവങ്ങൾ ചെവിയും തലയുമാണ്. മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ കഴുകുന്ന അവയവം ചോദിച്ചത് കൊണ്ടാണ് മുഖം. അപ്പോൾ ഇതുപോലെ കഴുകുന്ന അവയവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേറെയും പഠിച്ചിട്ടുണ്ട്. 2 കൈയും മുട്ടിന് മുകളിൽ കയറ്റി കഴുകി, അത് കഴുകുന്നതാണ്. കൈകൾ കഴുകും. 2 കാലും ഞെരിയാണി ഉൾപ്പെടെ ഞെരിയാണിക്ക് മുകളിലേക്ക് കയറ്റി കഴുകി. ഇത് കഴുകുന്ന അവയവമാണ്. അപ്പോൾ കൈ, മുഖം, കാല് ഇതൊക്കെ കഴുകുന്ന അവയവങ്ങളാണ്. മുൻകൈ 2ഉം കഴുകി. മനസ്സിലാക്കുക. അപ്പോൾ അത് ഇതുപോലെ വേറെ ഏതെങ്കിലും തരും. മുഖം എന്നുള്ളിടത്ത് കൈ, കാൽ എന്നൊക്കെ തന്നാൽ കഴുകുന്ന അവയവമാണെങ്കിൽ നമുക്ക് അതിന് ശരി അടയാളപ്പെടുത്താം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞ മൃഗം. ആരായിരുന്നു പരാതി പറഞ്ഞത്?
ആട്, ആന, ഒട്ടകം. ആരായിരുന്നു പരാതി പറഞ്ഞത്? ഒട്ടകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞത് ഒട്ടകമാണ്. എന്തായിരുന്നു പരാതി പറഞ്ഞത്? എന്നെ പട്ടിണിക്കിടുന്നു, അമിതമായി ജോലി ചെയ്യിക്കുന്നു. ഇതാണ് ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞത്. മനസ്സിലാക്കാം. മലക്കുകൾക്ക് എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തു. ആരാണ് മലക്കുകൾക്ക് എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തത്? ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം ആണ് മലക്കുകൾക്ക് എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തത്. അത് ശരിയടയാളപ്പെടുത്താം. അടുത്തത് 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണം. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്നാണ്. ആദ്യത്തെ സമയം, ഇഷ്ടമുള്ളപ്പോൾ, അവസാനത്തെ സമയം. എപ്പോഴാണ് 5 നേരത്തെ നിസ്കാരം നിർവഹിക്കേണ്ടത്? ആദ്യത്തെ സമയം നിർവഹിക്കണം. ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം. അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. നമ്മൾ 3-ാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സമയത്ത് എന്നുള്ളത് നമുക്ക് ശരിയടയാളപ്പെടുത്താം. അടുത്തത് എന്താണ്? ഭക്ഷണം കഴിക്കേണ്ട ശരിയായ രീതി. നിന്നുകൊണ്ട്, നടന്നുകൊണ്ട്, ഇരുന്നു കൊണ്ട്. എന്താണ്? ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇരുന്നു കൊണ്ട്. അത് ശരിയടയാളപ്പെടുത്താം. ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട അദബുകൾ പഠിച്ചിരുന്നു നമ്മൾ. കഴിക്കുന്നതിന് മുമ്പും ശേഷവും 2 കൈയും വായും കഴുകുക. തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ഇരുന്ന് കഴിക്കുക. വലത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. കഴിച്ചാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ എന്ന് ചൊല്ലുക. അപ്പം അത് നന്നായി മനസ്സിലാക്കുക. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്നതും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലുന്നതൊക്കെ നന്നായി പഠിക്കണം, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ടിക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വന്നത്. ഇനി നമുക്കിവിടെ മാച്ച് ചെയ്യാനാണ് വന്നത്. ചേരുംപടി ചേർക്കുക. എന്താണ്? അല്ലാഹു തആലയുടെ ദൂതനാണ്. അല്ലാഹു തആലയുടെ ദൂതനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം അതിൻ്റെ സി നമുക്കവിടെ എഴുതാം. എല്ലാം കാണുന്നവനാണ് അല്ലാഹു തആല. അപ്പം അതിൻ്റെ ഈ എഴുതി കൊടുക്കാം. അടുത്തത് വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ് ആര്? സത്യവിശ്വാസികൾ വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ്. അപ്പം അതിൻ്റെ എഴുതാം. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ ആരാണ്? അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ. അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് മനുഷ്യർ. അപ്പോൾ നമുക്ക് ബി എഴുതാം. ഞാൻ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. അവർ ആണ് അല്ലാഹു തആലയുടെ പ്രതിനിധികൾ, മനുഷ്യർ. അല്ലാഹു തആല ശപിച്ച വ്യക്തി ആരായിരുന്നു? ഇബ്ലീസ്. ഇബ്ലീസിനെ അല്ലാഹു തആല ശപിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ നമ്മൾ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് പൂരിപ്പിക്കാനാണ്. എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഡാഷ് ഇസ്ലാമാണ്. എന്താണ്? അല്ലാഹു തആലയുടെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാഠത്തിൻ്റെ അടിയിലൊരു ബോക്സ് ആയിട്ട് 6-ാമത്തെ പാഠത്തിൽ. നിശ്ചയം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. അപ്പം അതുപോലെ എല്ലാ പാഠത്തിൻ്റെയും അടിയിൽ വരുന്നത് ഇതുപോലെ വരാം. അപ്പോൾ എല്ലാ പാഠത്തു നിന്നും മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് പരിശുദ്ധ ഡാഷിലേക്ക് നേരെ നിന്ന് നിസ്കരിക്കണം. എവിടേക്ക് നേരെ നിന്നാണ് നിസ്കരിക്കേണ്ടത്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. പരിശുദ്ധ കഅബക്കു നേരെ നിന്ന് നിസ്കരിക്കണം. നമുക്ക് അങ്ങനെ എഴുതാം. കിബിലക്കു നേരെ അങ്ങനെയും എഴുതാം. പരിശുദ്ധ കഅബക്കു നേരെ നിന്ന് നിസ്കരിക്കണം. അടുത്തത് മസ്ജിദിലേക്ക് കയറുമ്പോൾ ഡാഷ് കാൽ മുന്തിക്കണം. വലതുകാൽ മുന്തിക്കണം. കയറുമ്പോൾ വലതുകാൽ മുന്തിക്കണം. അടുത്തത് വുളൂ ചെയ്യുമ്പോൾ ഡാഷ് ഉള്ളും പുറവും തടവണം. ഉള്ളും പുറവും തടവേണ്ട അവയവം ഏതാണ്? ചെവി. വുളൂ ചെയ്യുമ്പോൾ ചെവി ഉള്ളും പുറവും തടവണം. ചെവിയാണ് ഉള്ളും പുറവും തടവേണ്ടത്. അപ്പം ഇതുപോലെ വരും. എന്താ വരാ? വുളൂഇൽ 2 കൈയും നനച്ച് ഡാഷ് മുഴുവനും തടവണം. എന്താണ് മുഴുവനും തടവേണ്ടത്? തല മുഴുവനും തടവണം.
അങ്ങനെയാണ് നിങ്ങൾക്ക് പാഠത്തിൽ വന്നത്. തല അല്പമെങ്കിലും തടവുക, അങ്ങനെ വേറെ ക്ലാസ്സിൽ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാഠത്തിൽ വന്നതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ തല മുഴുവനും തടവി എന്നാണ്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത്, മൃഗങ്ങളോടും പക്ഷികളോടും ഡാഷ് കാണിക്കണം. എന്താണ്? കരുണ കാണിക്കണം. മൃഗങ്ങളോടും പക്ഷികളോടും കരുണ കാണിക്കണം. അതുപോലെ കുട്ടികളോടും വൃദ്ധരോടും കുട്ടികളോടും ഡാഷ് വേണം. എന്താണ്? കരുണ വേണം. അങ്ങനെയും വരാം. പിന്നെന്താണ്? ഭൂമിയിലുള്ളവർക്ക് ഡാഷ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? കരുണ ചെയ്യണം. എങ്കിലേ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യൂ. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താലേ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യുകയുള്ളൂ. മനസ്സിലാക്കുക. കരുണ ചെയ്യുന്നവർക്ക് മാത്രമേ അല്ലാഹു തആല കരുണ ചെയ്യുകയുള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം. എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇണയുടെ പേര്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇണയുടെ പേരെന്താണ്? ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ. ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല സ്വർഗത്തിലാക്കി ഇണയായി ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. നമ്മൾ പഠിച്ചിരുന്നു 5ാമത്തെ പാഠത്തിൽ. അപ്പോൾ ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇതൊക്കെ പേരുകളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ നിങ്ങൾ എക്സാമൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ എഴുതി വരികയാണ്. അപ്പോൾ അതൊക്കെ എഴുതി പഠിക്കുക. പാഠത്തുനിന്ന് വരുന്ന ഇങ്ങനെ ഉള്ള ആൻസറുകളൊക്കെ മനസ്സിലാക്കുക. അടുത്തത്, നമ്മെ പടച്ചവൻ ആര്? നമ്മെ പടച്ചവൻ അല്ലാഹുവാണ്. നമ്മെ പടച്ചവൻ അല്ലാഹുവാണ് എഴുതുക. അടുത്തത്, അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അടുത്തത്, ഇടതുകാൽ വെച്ച് പ്രവേശിക്കേണ്ട ഒരു സ്ഥലം എഴുതുക. അപ്പോൾ നമ്മൾ ഇടതുകാൽ വെച്ച് കയറേണ്ട സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? അങ്ങാടിയിലേക്ക്, പിന്നെ ബാത്റൂമിലേക്ക്, ശുചിമുറിയിലേക്ക്, അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ അത് എഴുതി പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക. ഇടതുകാൽ വെച്ച് പ്രവേശിക്കേണ്ട. അടുത്തത്, ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വലത് കൈ കൊണ്ട്. ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വലത് കൈ കൊണ്ട്. മനസ്സിലാക്കുക. എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത്? എവിടെ നിന്നാണ്? തൻ്റെ അടുത്ത ഭാഗത്ത് നിന്നാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടതൊക്കെ മനസ്സിലാക്കുക. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കും. ആർക്കാണ്? മസ്ജിദിലേക്ക് പോകുന്നവർക്ക്. മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോകുന്നവർക്ക് ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കും. അപ്പോൾ അതൊക്കെ എഴുതി പഠിക്കാം. അടുത്തത്, ആരെയൊക്കെ ബഹുമാനിക്കണം? 2 എഴുതണം. ആരൊക്കെയാണ് ബഹുമാനിക്കേണ്ടത്? മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ. അങ്ങനെ 2 എഴുതാം. മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കണം. കരുണ വേണ്ടത് ആരോടൊക്കെയാണ്? പക്ഷികളോട്, മൃഗങ്ങളോട്, കുട്ടികളോട്, വൃദ്ധരോട്, ഇവരോടൊക്കെ കരുണ വേണം. അപ്പം അതുപോലെ മനസ്സിലാക്കിയതാ. അടുത്ത, നിസ്കരിക്കുന്നവർ എവിടെയൊക്കെ ശുദ്ധി വേണം? നിസ്കരിക്കുന്നവർക്ക് എവിടെയൊക്കെ ശുദ്ധി വേണം? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്ഥലവും ശരീരവും വസ്ത്രവും. സ്ഥലവും ശരീരവും വസ്ത്രവും ശുദ്ധി വേണം. നിസ്കരിക്കുന്നവർക്ക് സ്ഥലവും ശരീരവും വസ്ത്രവും ശുദ്ധി വേണം. അപ്പോൾ മനസ്സിലാക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 1ാമത്തത് ഏതെന്ന് വെച്ചാലാ എഴുതാൻ കഴിയണം നമുക്ക്. ഏതാണ്? ചെറുതും വലുതുമായ അശുദ്ധികൾ ശുദ്ധി വരുത്തൽ. ചെറുതും വലുതുമായ അശുദ്ധികൾ ശുദ്ധി വരുത്തൽ. അപ്പോൾ അത് ഓർഡറിൽ അങ്ങനെ നന്നായിട്ട് എഴുതി പഠിക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 4ാമത്തത് എന്താണ്? നിസ്കാരത്തിൻ്റെ സമയം അറിയൽ. നിസ്കാരത്തിൻ്റെ സമയം അറിയൽ. 3 ഔറത്ത് മറക്കൽ. 5 കഴബക്കു നേരെ തിരിയൽ. കഴബക്കു നേരെ, കിബിലക്കു നേരെ. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തു ചൊല്ലും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തു ചൊല്ലും? എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? തവക്കൽത്തു അലല്ലാഹ് എന്നുള്ള
നമ്മൾ പഠിച്ചു ആ പാഠത്തിൽ. എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. അപ്പം അത് തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്നതും പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഹറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന. അപ്പം അത് രണ്ടും എഴുതി പഠിക്കുക, പറയാനും പഠിക്കുക. ഓർഡർ തെറ്റിച്ച് തരും കിതാബത്തെ എക്സാമിന്. അപ്പം അത് നമുക്ക് ശരിയാക്കി എഴുതാനും ഹർക്കത്തുകൾ നൽകാനൊക്കെ വരും കിതാബത്തെ എക്സാമിന്. അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത്, വൃത്തിയുള്ളവരാവാൻ നാം എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ ചെയ്യണം? 2 കാര്യം എഴുതുക. എന്താണ്? കുളിക്കുക, സുഗന്ധം പൂശുക, നഖവും മുടിയും കൃത്യമായി മുറിക്കുക, ശരീരം വസ്ത്രം മലിനമാക്കാതെ സൂക്ഷിക്കുക, ബാഗും പുസ്തകങ്ങളും അഴുക്കാക്കാതെ സൂക്ഷിക്കുക, വീടും ക്ലാസും പരിസരവും ശുചിയാക്കുക. ഇതൊക്കെ വൃത്തിയുള്ളവരാവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതിന്ന് 2 എഴുതുക. കുളിക്കുക, സുഗന്ധം പൂശുക, നഖവും മുടിയും കൃത്യമായി വെക്കുക. നമുക്ക് എളുപ്പമുള്ളത് എഴുതാം. അപ്പം അതൊക്കെ എഴുതി പഠിക്കുക. ഇനിയാ ഭക്ഷണം കഴിച്ചാൽ എന്തു ചൊല്ലണം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അത് പഠിക്കുക. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവത്തിൻ. അപ്പം അതൊക്കെ എഴുതാൻ പഠിക്കുക. അടുത്തതാ, നാം കരുണ കാണിക്കണം. ആരോടൊക്കെ? 2 എഴുതാം. മൃഗങ്ങളോടും പക്ഷികളോടും വൃദ്ധരോടും കുട്ടികളോടും ഒക്കെ കരുണ കാണിക്കണം. അപ്പം 2 എഴുതുക. അടുത്തത്, ഉളൂഇന് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? ഉളൂഇന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഉളൂ ചെയ്യുന്നു എന്നാണ് ഉളൂഇൻ്റെ നിയ്യത്ത്. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഉളൂ ചെയ്യുന്നു എന്നാണ് ഉളൂഇൻ്റെ നിയ്യത്ത്. എപ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്? പാഠത്ത് പറയുന്നുണ്ട്, നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഉളൂ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഉസ്താദ് മുഖം കഴുകിയെന്ന്. അപ്പോൾ മുഖം കഴുകുമ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ദുറൂസുൽ ഇസ്ലാം ചോദ്യ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. ഇനി ചോദ്യ പേപ്പറിൽ വരാത്ത ഈ പാഠത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അത് നന്നായി പഠിക്കുക. നമ്മൾ അറബി നമ്പേഴ്സുകൾ പഠിച്ചിരുന്നു 13ാമത്തെ പാഠത്തിൽ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്, അശ്ര. അപ്പം ഇത് നന്നായിട്ട് പഠിക്കുക. ഓർഡറിൽ എഴുതാൻ വരാം തെറ്റിച്ച് തന്നിട്ട്. അല്ലെങ്കിൽ വാഹിദ്, ഇസ്നാനി തരും, അവസാനം സബ്അ, സമാനിയ. അപ്പം അതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് എഴുതി കൊടുക്കാൻ കഴിയണം. അതുപോലെ ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അത് എണ്ണീട്ട് എഴുതി കൊടുക്കണം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ. അപ്പം നമുക്ക് ആൻസർ അവിടെ അർബ എന്ന് എഴുതാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇത് നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. എണ്ണീട്ട് എഴുതാൻ കഴിയണം. പിന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വാഹിദ്, ഇസ്നാനി ഇവിടെ ഒന്നും തരൂല, 2 തരൂല. സലാസ്, അർബയും തരാതെ ഹംസത്തും തരും. അപ്പം അതിൻ്റെ ഇടയത്തത് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് ഓർഡറിൽ നന്നായിട്ട് പഠിക്കുക. ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് അതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം ചോദ്യ പേപ്പറിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മുമ്പ് മറ്റ് ചോദ്യ പേപ്പറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഉപകാരപ്പെടുത്തുക, നന്നായി മനസ്സിലാക്കി പഠിക്കുക, എഴുതി പഠിക്കുക, ആൻസറുകളൊക്കെ എഴുതി പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.